മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ, വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി. UDF മന്ത്രിസഭയിൽ പാലക്കാട് ജില്ലയിൽ നിന്നും 2 പേരാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. KA തുളസിയും N ശംസുദ്ദീനും മന്ത്രിമാരായി. 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അധികാരത്തിൽ വന്ന UDF മന്ത്രിസഭയിൽ പാലക്കാട് ജില്ലയിൽ നിന്നും ഇത്തവണ 2 മന്ത്രിമാരാണ് ഉള്ളത്. 5 സീറ്റുകളാണ് ഇത്തവണ പാലക്കാട് ജില്ലയിൽ UDFന് ലഭിച്ചത്. ഇതിൽ കോങ്ങാട് നിന്നുള്ള KA തുളസിയും മണ്ണാർക്കാട് നിന്നുള്ള N ശംസുദ്ദീനുമാണ് മന്ത്രിമാരായി അധികാരമേറ്റിരിക്കുന്നത്. 4ാം തവണയാണ് മണ്ണാർക്കാട് നിന്നുള്ള മുസ്ലിം ലീഗിലെ N ശംസുദ്ദീൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ശംസുദ്ദീൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനഃസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ആദ്യമായാണ് KA തുളസി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആദ്യ അവസരത്തിൽ തന്നെ മന്ത്രിസ്ഥാനവും ലഭിച്ചു. VK ശ്രീകണ്ഠൻ MP പത്നി കൂടിയാണ് KA തുളസി. ഇരുവരും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. KA തുളസി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ചരിത്ര അധ്യാപികയായ KA തുളസി ജില്ലയിലെ ആദ്യ വനിതാ മന്ത്രി കൂടി ആവുകയാണ്. K ശങ്കരനാരായണന് ശേഷം 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ജില്ലയിൽ നിന്നും കോൺഗ്രസിന് ഒരു മന്ത്രി ഉണ്ടാകും എന്ന പ്രത്യേകതയും KA തുളസിക്കുണ്ട്.